ഗുഡ് മോർണിംഗ്. ഡി ബി എം എസിന്റെ 4th പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ്. അണ്ടർസ്റ്റാൻഡ് ഡേറ്റാബേസ് യൂസേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡേറ്റാബേസ് യൂസേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ഇൻസ്റ്റൻസ് ആൻഡ് സ്കീമ. അണ്ടർസ്റ്റാൻഡ് ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഡേറ്റ ഇൻഡിപെൻഡൻസും ഇൻസ്റ്റൻസ് സ്കീമ ഇത് വളരെ ക്രൂഷ്യൽ നോളജ് ആണ്. നമ്മൾ ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ഈ ഇൻഫർമേഷൻസ് ഈ സ്കിൽസ് നോളജ് അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഓരോന്നായിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കുറേയേറെ യൂസേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നമ്മൾ അത് 3 ഡിഫറെന്റ് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഡിസൈനേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എൻഡ് യൂസേഴ്സ്. ഡിസൈനേഴ്സ് നമ്മുടെ ആ വേർഡ് മീൻ ചെയ്യുന്നത് പോലെ തന്നെ ദോസ് ഹു ആർ ഡിസൈനിങ് ദി ഡേറ്റാബേസ്, അവരാണ് ഡിസൈനേഴ്സ്. അവർ വെറുതെ ഡിസൈൻ ചെയ്യല്ല, ആ ആപ്ലിക്കേഷൻസിന്റെ സ്വഭാവവും ഡേറ്റയുടെ സ്വഭാവവും അതിന്റെ എങ്ങനെയൊക്കെയാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടേണ്ടത്, അത് പറഞ്ഞാൽ ആപ്ലിക്കേഷനെ മൊത്തം പഠിച്ചിട്ടാണ് നമ്മളൊരു ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഡിസൈൻ ചെയ്യുമ്പോൾ. ആ ഡേറ്റ റിലേഷൻസും അത് തമ്മിലുള്ള അതിന്റെ ഇന്റഗ്രിറ്റി, അതിന്റെ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ്, വേരിയസ് കൺസ്ട്രെയിൻസ്. ഒരു ഡേറ്റ റിലേഷൻ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ റെക്കോർഡ് അത് നമ്മളുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ടേബിൾസ് ഡിഫൈൻ ചെയ്യുന്നത്, ആ ടേബിൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല കഴിയുന്നതും ഡേറ്റ റിഡൻഡൻസി ഒഴിവാക്കി ഡേറ്റ ഇൻഡിപെൻഡൻസ് കൂട്ടിയൊക്കെ വേണം ഡിസൈൻ ചെയ്യാൻ. അത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. എല്ലാ ഡേറ്റാബേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിനും ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരാണ് യൂസേഴ്സിനെ ആഡ് ചെയ്യുന്നതും യൂസർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള മെയിൻ്റനൻസ്, ബാക്കപ്പ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എൻഡ് യൂസേഴ്സ് നമ്മളെപ്പോലുള്ള, നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വെബ് മെയിൽ യൂസർ ആണെങ്കിൽ അവിടെ ഒരു മെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്ക് എൻഡിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്. അപ്പം ആ മെയിൽ യൂസർ എന്ന് പറയുന്നത് ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് മെയിലുകൾ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ ഓരോ സ്ഥലത്തും ഇപ്പൊ വെബെക്സിന്റെ യൂസേഴ്സ് ആണ് നമ്മളെല്ലാവരും. ഞാൻ ഇപ്പം ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ ലിസൺ ചെയ്യുന്നു, നമ്മൾ രണ്ടുപേരും അതിന്റെ യൂസേഴ്സ് ആണ്. അതാണ് എൻഡ് യൂസേഴ്സ്. ഏതൊരു ആപ്ലിക്കേഷനും എൻഡ് യൂസേഴ്സിന് വേണ്ടിയാണ് അത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഓരോന്നും അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. Designers are the group of people who actually work on the designing part of the database. They keep a close watch on what data should be kept and in what format. ഏത് ഡേറ്റ ഏത് ഫോർമാറ്റിൽ കീപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡിസൈനേഴ്സ് ആണ്. They identify and design the whole set of entities, relations, constraints and view. ഓരോന്നും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻറ്റിറ്റീസ് എന്താണ്, റിലേഷൻസ് എന്താണ്, കൺസ്ട്രെയിൻസ് എന്താണ്, വ്യൂ എന്താണ്. കൂടാതെ ഇൻസ്റ്റൻസ്, സ്കീമ, സബ് സ്കീമ, അങ്ങനെ കുറെ ടെർമിനോളജി ഡേറ്റാബേസ് മാനേജ്മെന്റുമായിട്ട് വരുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റീസും ഡേറ്റ ഇന്റഗ്രിറ്റി, ഡേറ്റ കൺസ്ട്രെയിൻസ്, പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, ഫോറിൻ കീ, അങ്ങനെ കുറെ ടെർമിനോളജി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്തത് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് മെയിൻറ്റെയിൻ ദി DBMS and are responsible for administrating the database. They are responsible to look after its usage and by whom it should be used. They create access profiles for users and apply limitations to maintain isolation and enforce security.
Administrators also look after DBMS resources like system license, required tools, and other software and hardware related maintenance. അപ്പോൾ കുറേ ജോലികൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക, യൂസറിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യുക. ആക്സസ് ഇപ്പൊ എല്ലാ യൂസേഴ്സിനും ഒരേ ആക്സസ് പ്രിവിലേജസ് ആയിരിക്കത്തില്ല ഉള്ളത്. ഇപ്പം ഒരു ബാങ്കിലാണെങ്കിൽ മാനേജർക്കുള്ള ആക്സസ് പ്രിവിലേജസ് ആയിരിക്കത്തില്ല അവിടുത്തെ ഒരു സ്റ്റാഫിനുള്ളത്. അപ്പൊ ആപ്ലിക്കേഷൻ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ആപ്ലിക്കേഷൻ. ഇപ്പോൾ റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ആണെന്നിരിക്കുക. ആ റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിൽ നമുക്ക് നേരിട്ട് ഓൺലൈനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതേസമയം ഒരു റെയിൽവേ സ്റ്റേഷനിൽ റിസർവേഷൻ കൗണ്ടറിൽ ഇരുന്ന ഒരു ക്ലർക്കിനും ബുക്ക് ചെയ്യാം. ക്ലർക്ക് ബുക്ക് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അപ്പൊ അത് അയാൾക്കുള്ള ആക്സസ് ഫെസിലിറ്റീസ് ആയിരിക്കത്തില്ല ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്ന ഒരു യാത്രക്കാരന്റെ ആക്സസ് പ്രിവിലേജസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ, ഒരു ആപ്ലിക്കേഷനിൽ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് യൂസേഴ്സ് കാണും. ഇപ്പൊ നമ്മുടെ ഓഫീസ് ഓട്ടോമേഷൻ ആണെന്ന് വിചാരിക്കുക. അവിടെ ആണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ഉണ്ട്, മറ്റ് സ്റ്റാഫ് ഉണ്ട്, HOD ഉണ്ട്, പ്രിൻസിപ്പാൾ ഉണ്ട്, ഓഫീസ് ക്ലർക്കുമാരുണ്ട്, സൂപ്രണ്ട് ഉണ്ട്. പല ലെവൽസ് ഓഫ് ഉദ്യോഗസ്ഥന്മാരാണ് അല്ലെങ്കിൽ യൂസേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഓരോ ലെവൽ, ഇപ്പൊ പ്രിൻസിപ്പളിന്റെ ആക്സസ് ആയിരിക്കത്തില്ല, ആക്സസ് പ്രിവിലേജസ് ആയിരിക്കത്തില്ല സൂപ്രണ്ടിന്റേത് ആയിരിക്കത്തില്ല HOD ആയിരിക്കത്തില്ല ഒരു ടീച്ചറിന്റെ, അതൊന്നും ആയിരിക്കത്തില്ല വേറൊരു സ്റ്റാഫിന്റെ. അപ്പൊ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും ഡിസൈനറാണ്. പക്ഷെ ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ചില ഇന്റർഫേസുകളാണ്. അഡ്മിനിസ്ട്രേറ്റർക്ക് ഇന്റർഫേസ് ഉണ്ടായിരിക്കും എല്ലാ ആപ്ലിക്കേഷനും. ആ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, ഇപ്പൊ ഡയറക്റ്റ് ഡാറ്റാബേസിൽ SQL കമാൻഡ്സ് ഉപയോഗിച്ചായിരിക്കത്തില്ല മിക്കവാറും ആപ്ലിക്കേഷനിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇതൊക്കെ ചെയ്യുന്നത്. അവരുടേതായ ഒരു ഇന്റർഫേസിൽ കൂടെ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എൻഡ് യൂസേഴ്സിന്റെ ഇന്റർഫേസ്, അതാണ് പ്രൈമറി. അത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഇന്റർഫേസ് ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇപ്പം ഒരു മെട്രിമോണിയൽ സൈറ്റ് ആണ് എനിക്ക്. മെട്രിമോണിയൽ സൈറ്റിൽ എല്ലാവരും നമുക്ക് ഓൺലൈനായിട്ട് കയറി രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ. ചിലർ ഈ ഫേക്ക് ആയിട്ട് ചുമ്മാ കയറി ഓരോന്നൊക്കെ രജിസ്റ്റർ ചെയ്യാം. അപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് അപ്രൂവ് ചെയ്ത് വിടാം. അവന്റെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച്, അല്ലെങ്കിൽ ഒരു മെയിൽ ID ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യാം. അങ്ങനെ അപ്രൂവ് ചെയ്തത് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പം വേണമെങ്കിൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അതിനെ ഡിസപ്രൂവ് ആയിട്ട് പെൻഡിങ്ങിൽ വെക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്ററുടെ ഇന്റർഫേസിൽ കൂടി അഡ്മിനിസ്ട്രേറ്റർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ആണ് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ്. എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ആപ്ലിക്കേഷന്റെ ഫൈനൽ എൻഡ് യൂസർ ആണ്. നമ്മൾ ഒരു റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന ഒരു യാത്രക്കാരനും ഈ കൗണ്ടറിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്ന ക്ലർക്കും അവരെല്ലാം എൻഡ് യൂസേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഓഫീസ് ഓട്ടോമേഷൻ പോളിടെക്നിക് ഓഫീസ് ആണെങ്കിൽ അവിടെ പ്രിൻസിപ്പൾ തൊട്ട് അവിടുത്തെ സ്റ്റാഫും സ്റ്റുഡൻസും ഇവരെല്ലാവരും എൻഡ് യൂസേഴ്സ് ആണ്. അപ്പോൾ പല ലെവൽസ് ഓഫ് യൂസേഴ്സ് ഉണ്ടെന്ന് മാത്രം. ഡേറ്റാബേസ് സ്കീമ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഒരു ക്ലാസ്സിൽ നമ്മളെ ഡേറ്റാബേസ് എലിമെന്റ്സും അതിന്റെ റിലേഷൻസും ആണ് സ്കീമ എന്ന് പറഞ്ഞിരുന്നു. Database schema is the skeleton structure that represents the logical view of the entire database. ഡേറ്റാബേസിന്റെ ലോജിക്കൽ വ്യൂ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഫീൽഡ് വേണം, ഓരോ ഫീൽഡും ഏത് ടൈപ്പ് ആയിരിക്കണം, ഫീൽഡുകൾ തമ്മിലുള്ള ഇന്റർ റിലേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഓരോ ഫീൽഡിലും ഡേറ്റയ്ക്കുള്ള കൺസ്ട്രെയിൻസ് എന്താണ്, ഇതെല്ലാം കൂടെ ചേർന്ന, ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ചേർന്ന ഒരു സ്ട്രക്ചറിനാണ് ഡേറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ഈ സ്കീമ ഡിസൈൻ ചെയ്യേണ്ടത് ഡേറ്റാബേസ് ഡിസൈനറാണ്. നമ്മൾ കഴിഞ്ഞ യൂസേഴ്സിന്റെ കേസിൽ ആദ്യം പറഞ്ഞ ഡേറ്റാബേസ് ഡിസൈനറാണ് ഈ ഡേറ്റാബേസ് സ്കീമ അല്ലെങ്കിൽ അതിന്റെ സ്കെൽട്ടൺ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യേണ്ട ആള്. സ്കീമ ഡിഫൈൻസ് ഹൗ ദ ഡേറ്റ ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് ഹൗ ദ റിലേഷൻസ് എമംഗ് ദം ആർ അസോസിയേറ്റഡ്. അപ്പം അതിന്റെ സ്ട്രക്ചർ മാത്രമല്ല, കൂടാതെ അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഏത് മാനറിൽ അതിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു, അത് തമ്മിലുള്ള റിലേഷൻസ്, ഡിഫറെന്റ് റെക്കോർഡ്സോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീൽഡ്സോ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കീമയാണ് ഡിഫൈൻ ചെയ്യുന്നത്. Schema formulates all the constraints that are to be applied on the data.
ഡേറ്റയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസ്ട്രെയിൻസ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഫോർമാറ്റ്. ഡേറ്റ് ആണ് നമുക്ക് ഒരു ഫീൽഡിൽ കീപ്പ് ചെയ്യണം, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കീപ്പ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നമ്മളൊരു എൻഡ് യൂസർ എൻ്റർ ചെയ്യുമ്പോൾ അത് വെറുതെ എന്ത് ഒരു ഡേറ്റ കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഡേറ്റ് ആ ഫോർമാറ്റിൽ മാത്രം, അത് നമ്മൾ അവർ ചിലപ്പോൾ സ്പെസിഫൈ ചെയ്തിരിക്കും DD/MM/YY അല്ലെങ്കിൽ DD/MM/YYYY 4Y. അപ്പോൾ ആ കേസിലാണെങ്കിൽ നമ്മൾ 2 ഡേറ്റ് സൂചിപ്പിക്കാൻ 2 ഡിജിറ്റ് കൊടുക്കണം, മന്ത് സൂചിപ്പിക്കാൻ 2 ഡിജിറ്റ് കൊടുക്കണം, ഇയർ സൂചിപ്പിക്കാൻ 4 ഡിജിറ്റ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ മാത്രമേ ആ ഡേറ്റ അവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാം. സ്മോൾ ലെറ്റേഴ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇതെല്ലാത്തിന്റെ കോമ്പിനേഷൻസ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ ഓരോ ഫീൽഡിലും ഡേറ്റ എങ്ങനെയുള്ളതായിരിക്കും. ഇപ്പൊ ന്യൂമറിക് ഡേറ്റ മാത്രം മതി. ഇപ്പൊ നമുക്ക് കുറെ കമ്പ്യൂട്ടേഷൻസ് ഉള്ള ഒരു ഫീൽഡിലേക്കാണ് ഡേറ്റ എൻ്റർ ചെയ്യേണ്ടെങ്കിൽ അവിടെ ന്യൂമറിക് ഡേറ്റ മാത്രം മതിയെങ്കിൽ അത് ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് അത് റിസീവ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഓരോ ഫീൽഡുമായിട്ട് നമുക്ക് ഡിസൈനർക്ക് തീരുമാനിക്കാം. അപ്പൊ അതും കൂടെ, ആ കൺസ്ട്രെയിൻസും കൂടെ ചേർന്നതാണ് സ്കീമ. അപ്പൊ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ, എത്ര ഫീൽഡ് ഉണ്ട്, ഏത് ടൈപ്പാണ്, ഡേറ്റയിൽ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ട്, ഇങ്ങനെ ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ചേർന്ന ഒരു സ്ട്രക്ചറാണ് സ്കീമ. എ ഡേറ്റാബേസ് സ്കീമ ഡിഫൈൻസ് ഇറ്റ്സ് എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ് എമംഗ് ദം. എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ്. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതൊക്കെ ഫീൽഡാണ്, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഫീൽഡും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. It contains a descriptive detail of the database which can be depicted by means of schema diagrams. ഇപ്പം ഈ ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽ ഓഫ് ഡേറ്റാബേസിനെ നമുക്ക് സ്കീമ ഡയഗ്രാംസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. സ്കീമ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് സ്കീമ. അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി suitable diagrams, schema diagrams ഉപയോഗിക്കും. It is the database designers who design the schema. അപ്പോൾ ഈ സ്കീമ ഉണ്ടാക്കുന്നത് ഡേറ്റാബേസ് ഡിസൈനേഴ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത്, ഇത് പ്രോഗ്രാമിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് പ്രോഗ്രാമേഴ്സ് ആണ്. അവസാനം ഫൈനലി എൻഡ് യൂസേഴ്സ് ആണ് ഇതിന്റെ ഉപഭോക്താക്കൾ. അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ സ്കീമ, ഫിസിക്കൽ സ്കീമ. ഫിസിക്കൽ സ്കീമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻ്റർ ചെയ്യുന്ന ഡേറ്റാബേസ് ആക്ച്വലി എങ്ങനെയാണ് ഒരു ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ പോയി സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് നമ്മൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി ബൈനറി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ ഫോമിൽ സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് ഫിസിക്കലി ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിന്റെ ലോജിക്കൽ വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഫീൽഡ്, റെക്കോർഡ് ഇതൊക്കെ കാണും. ഇതാണ് ലോജിക്കൽ വ്യൂ. ഫിസിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കത് വായിക്കാൻ പറ്റത്തില്ല. അത് എന്താ കാര്യം, കുറെ സീറോസ് ആൻഡ് വൺസ്. ഏതൊരു ഡേറ്റയും കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഡിവൈസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്, അല്ലേ? നമ്മളൊരു മൂവി എടുത്താലും, ഒരു ഫോട്ടോഗ്രാഫ് ഇമേജ് എടുത്താലും, ഒരു ഓഡിയോ ഫയൽ എടുത്താലും എല്ലാം അൾട്ടിമേറ്റ്ലി നമ്മുടെ സിസ്റ്റത്തിൽ ഹാർഡ് ഡിസ്കിലോ അല്ലെങ്കിൽ CD-യിലോ പെൻ ഡ്രൈവിലോ ഒക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ആ ബൈനറി ഫോർമാറ്റിലാണ്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഈ ലോജിക്കൽ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നത് ആ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇപ്പം നമ്മൾ ഒരു ഓഡിയോ ഫയല് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതൊരു ഓഡിയോ പ്ലെയർ ഉപയോഗിച്ചാണ്, ഒരു MP3 പ്ലെയറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്ലെയർ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഫയലിനെ പ്ലേ ചെയ്യുന്നത്. ആ പ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫയല് ആ മ്യൂസിക് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടത്തുള്ളൂ, ആ വോയിസ്. അതില്ലെങ്കിലോ, നമ്മളിപ്പോൾ അതിനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്പൺ ഫയൽ, ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും അതിനകത്ത് കാണുന്നത്. അങ്ങനെ ഒരു മ്യൂസിക് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സീറോസ് ആൻഡ് വൺസിനെ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള കണ്ടന്റിനെ ലോജിക്കൽ വ്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റ ഫോർമാറ്റ് അറിയാവുന്ന, അതിനെ ആ രീതിയിൽ വായിച്ച് മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് അതിന്റെ അതാണ് ഇവിടെ ഈ വ്യൂവിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഇതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഫിസിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആ ഫോർമാറ്റിനെ ഈ ലോജിക്കൽ വ്യൂവിലേക്ക് മാറ്റുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഇതിനകത്തുണ്ട്, ഈ DBMSനകത്തുണ്ട്. നമ്മൾ ലോജിക്കലി നമ്മൾ കാണുന്നത്
ഒരു സ്റ്റുഡന്റിന്റെ റെക്കോർഡ് ആണെങ്കിൽ അയാളുടെ ഐ ഡി, അവന്റെ പേര്, പ്രൊജക്ട് ഐ ഡി, അങ്ങനെ ഫീൽഡ്സ് ആയിട്ടാണ്. അതൊക്കെ നമ്മളെ സംബന്ധിച്ചുള്ളത് മീനിങ് ഫുൾ ആണ്. പക്ഷെ നമ്മൾ ഈ ഇവിടെ ഫിസിക്കൽ ലെയറിൽ പോയി നമ്മൾ അതിനെ നോക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേറ്റ കിട്ടത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന് തന്നെ മൾട്ടിപ്പിൾ വ്യൂസ് നമുക്ക് കൊടുക്കാം. ഈ ലോജിക്കൽ സ്കീമയ്ക്ക് തന്നെ മൾട്ടിപ്പിൾ വ്യൂസ് കൊടുക്കുക. എങ്ങനെയാണ്? നമ്മളിപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു സർവേ നടത്തി കുറെ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് എനിക്ക് വേണം നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അതിന് വേണ്ടി ഒരു ലിസ്റ്റ് എനിക്ക് എടുക്കണം. പ്രിൻസിപ്പൾ ചോദിച്ചു നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു 30 അല്ല 25 ഫീൽഡ്സ് ഉണ്ട് നമ്മൾ എടുത്ത ഡേറ്റയ്ക്കകത്ത്. അതുപോലെ സ്റ്റുഡന്റ് നെയിം ഉണ്ട്, പേരന്റിന്റെ പേര്, മൊബൈൽ നമ്പർ, വീട്, അഡ്രസ്, കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട. പ്രിൻസിപ്പൾ ചോദിച്ചത് സ്റ്റുഡൻസിന്റെ പേര് മാത്രം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഒരു വ്യൂ എടുത്തു. ആ വ്യൂവിനകത്ത് ഞാൻ സ്റ്റുഡന്റിന്റെ പേര് മാത്രമുള്ള വ്യൂ. 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 50 പേരുടെയും പേര് ലിസ്റ്റ് ചെയ്ത് വരും. അതാണ് ഒരു വ്യൂ. അപ്പൊ വേറൊരു സൂപ്രണ്ട് ചോദിച്ചു എനിക്ക് ആ സ്റ്റുഡന്റ് ജനറൽ കാറ്റഗറി പെട്ടാണോ അതോ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഇതിൽപ്പെട്ടാണ്, എന്തെങ്കിലും ഒരു സ്കീം, ഗവൺമെന്റിന്റെ ഒരു സ്കീമുണ്ട്, ഇന്ന പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു സ്കീം വരികയാണ്. അപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ നമ്മൾ അങ്ങനെ അറിയാൻ വേണ്ടി എന്നോട് ചോദിച്ചാൽ അവർ ഏത് കാറ്റഗറിയിൽപ്പെട്ട, അപ്പൊ സ്റ്റുഡന്റിന്റെ പേര് വേണം, അവരുടെ ആ കമ്മ്യൂണിറ്റി വേണം. അപ്പൊ അത് രണ്ടും കൂടെ മാത്രമുള്ളൊരു വ്യൂ ഞാൻ വേറെ ഉണ്ടാക്കി. ഇനിയും നമ്മളൊരു വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പം എറണാകുളത്തൊരു എക്സിബിഷൻ ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ്. അപ്പൊ എനിക്ക് നിങ്ങളോട് എറണാകുളത്തുള്ള കുറച്ച് പേരെ സെലക്ട് ചെയ്ത് എനിക്ക് ആ ഒരു പ്രോഗ്രാമിന് വിടണം. അപ്പം ഞാൻ നോക്കും ഇവരുടെ വീടിന്റെ സ്ഥലം, അഡ്രസ്സ് നോക്കിയിട്ട് എറണാകുളത്ത് അഡ്രസ് ഉള്ളവരെ മാത്രം സെലക്ട് ചെയ്യണം. അപ്പൊ അത് വേറൊരു അങ്ങനെ ഈ ഒരു സെയിം ഡേറ്റാബേസ് ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ വ്യൂസിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി മൾട്ടിപ്പിൾ വ്യൂസ് അതിനകത്തൊന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഒരു ടേബിളേ ഉള്ളൂ. മൾട്ടിപ്പിൾ ടേബിൾസ് ഉള്ള കേസുകളാണ്. നമ്മൾ കൂടുതൽ DBMS പഠിക്കുമ്പോൾ എന്താണ് ടേബിൾ എന്നും എന്താണ് സിംഗിൾ ടേബിളിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും മൾട്ടിപ്പിൾ ടേബിൾസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും എന്താണ് നോർമലൈസേഷൻ, എങ്ങനെയാണ് അതിനെ വളരെ ഫലപ്രദമായിട്ട് സേവ് ചെയ്യുക, അതായത് ഡേറ്റ റിഡൻഡൻസി ഒക്കെ ഒഴിവാക്കി ഫലപ്രദമായിട്ട് മൾട്ടിപ്പിൾ ടേബിൾസിൽ എങ്ങനെ ഡേറ്റ സ്റ്റോർ ചെയ്യാമെന്നും ആപ്ലിക്കേഷന് ഇന്റലിജന്റ് ആക്സസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഈ ഫിസിക്കൽ സ്കീമ എന്താണെന്നും ലോജിക്കൽ സ്കീമ എന്താണെന്നും ഈ ലോജിക്കൽ സ്കീമയെ തന്നെ ഡിഫറെന്റ് വ്യൂസ് ആയിട്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും, എങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുമാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. Physical database schema. This schema pertains to the actual storage of data and its forms of storage like files, indices, etc. Physical storage ഡിവൈസിൽ എങ്ങനെയാണ് നമ്മുടെ ഈ കണ്ടന്റ്, ഡേറ്റാബേസിലെ കണ്ടന്റ് എങ്ങനെയാണ് ആക്ച്വലി സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഫിസിക്കൽ ഡേറ്റാബേസ് സ്കീമയ്ക്കകത്ത് പറയുന്നത്. ഇറ്റ് ഡിഫൈൻസ് ഹൗ ദ ഡേറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ലോജിക്കൽ ഡേറ്റാബേസ് സ്കീമ. This schema defines all the logical constraints that need to be applied on the data stored. It defines tables, views, and integrity constraints. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോജിക്കൽ ഡേറ്റാബേസ് സ്കീമയിൽ വരുമ്പോഴേ അത് നമുക്ക് മീനിങ് ഫുൾ ആയിട്ട്, യൂസർക്ക് മീനിങ് ഫുൾ ആയിട്ട് വരുള്ളൂ. ഈ ഫിസിക്കൽ ലെവലിൽ നമുക്കത് മീനിങ് ഫുൾ ആയിരിക്കത്തില്ല. അത് അവിടെ ഫിസിക്കൽ സ്റ്റോറേജ് ഡിവൈസിൽ ഈ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഒരു യൂസറെ, ഡേറ്റാബേസ് യൂസറെ സംബന്ധിച്ചിടത്തോളം ലോജിക്കലി അതെങ്ങനെ, ഏതൊക്കെ വ്യൂവിലുണ്ട്, ഏതൊക്കെ ടേബിളിലുണ്ട്, അത് തമ്മിലുള്ള ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡേറ്റാബേസ് യൂസറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ്. ഡേറ്റാബേസ് ഇൻസ്റ്റൻസ്, അതാണ് അടുത്തത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേഷണൽ ഡേറ്റാബേസ് വിത്ത് ഡേറ്റ അറ്റ് എനി ഗിവൺ ടൈം. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് സ്കീമയാണ്. സ്കീമ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണെന്ന് നമ്മൾ പഠിച്ചു. ഡേറ്റാബേസിന്റെ സ്ട്രക്ചർ ആണ്. അതിനകത്ത് ഏതൊക്കെ ഫീൽഡ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ആണ് ഓരോ ഫീൽഡും, അതിന്റെ ഓരോ ഫീൽഡിനും എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡേറ്റാബേസ് സ്കീമയ്ക്കകത്തുള്ളത്. ഇൻസ്റ്റൻസിനകത്തോ നമ്മൾ ഈ ഡേറ്റാബേസ് സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഡേറ്റ
എൻ്റർ ചെയ്യാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഓരോ കുട്ടിയുടെയും ഒരു റെക്കോർഡാണ് ഒരു കുട്ടിയുടെ ഇൻഫർമേഷൻ, ഹൊറിസോണ്ടലി ഉള്ള ഒരു റെക്കോർഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു റെക്കോർഡ് ആണ് ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡേറ്റാബേസിലുള്ള ഒരു റെക്കോർഡിനാണ് ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയാം. അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ ഇപ്പം ഞാൻ 10 പേരുടെ ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം ആ ഡേറ്റാബേസിന്റെ ഇൻസ്റ്റൻസ് വേണേൽ എനിക്ക് പറയാം. ഇപ്പൊ 10 സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻ ഉള്ളതാണ്, ആ ഡേറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റയ്ക്കാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്കീമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡേറ്റ വരത്തില്ല, ആ സ്ട്രക്ചർ മാത്രമേ വരുള്ളൂ. ഫീൽഡ്, റെക്കോർഡ്, ഓരോ ഫീൽഡിന്റെയും ടൈപ്പ്, ആ സ്ട്രക്ചറിനാണ് സ്കീമ എന്ന് പറയുന്നത്. അതിനകത്ത് എൻ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റയ്ക്കാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റൻസ് എപ്പോഴും ടൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കാരണം ഇന്നിപ്പോ ഉള്ള ഇൻസ്റ്റൻസ് ആയിരിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാങ്ക് ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻ, വെബ് ബേസ്ഡ് ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ്ലി അവിടെ ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ് എനി ടൈം ആ ഇപ്പൊ എടുക്കുന്ന ഇൻസ്റ്റൻസ് ആയിരിക്കത്തില്ല, ഒരു അരമണിക്കൂർ കഴിയും കുറെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ അതിനിടയ്ക്ക് പോയി ഒരു 5,000 റുപ്പീസ് ATM വഴി എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഇൻസ്റ്റൻസ് അല്ല എടുത്തതിന് ശേഷമുള്ളത്. കാരണം എന്താ, അതിനകത്തുള്ള കണ്ടന്റ് മാറിക്കഴിഞ്ഞു. അപ്പൊ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കണ്ടന്റ് ആണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ ട്രാൻസാക്ഷനും ഓരോ പ്രോസസ്സും ഓപ്പറേഷനും നടക്കുന്നതനുസരിച്ച് ഇൻസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് എ സ്നാപ്ഷോട്ട് ഓഫ് ദി ഡേറ്റാബേസ്. സ്നാപ്ഷോട്ട് അത് ആ ടൈം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ടൈം ഇപ്പോൾ ഉള്ള ഈ സമയത്തുള്ള സ്നാപ്ഷോട്ട് ആയിരിക്കത്തില്ല ആഫ്റ്റർ 5 മിനിറ്റ്സ് ഒരു ഡേറ്റാബേസ് ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും നടന്നില്ലെങ്കിൽ സെയിം ആയിരിക്കും. ഡേറ്റാബേസ് ഇൻസ്റ്റൻസസ് ടെൻ ടു ചേഞ്ച് വിത്ത് ടൈം. കണ്ടോ, അത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളൊരു ഡേറ്റാബേസിൽ ഡേറ്റ എൻ്റർ ചെയ്ത്, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ 50 കുട്ടികളുണ്ട്, 50 കുട്ടികളുടെയും ഡേറ്റ എൻ്റർ ചെയ്ത് വെച്ചു. അതിനുശേഷം 2 ദിവസം അതിനകത്തൊന്നും ചെയ്തില്ല. അപ്പൊ ആ 2 ദിവസം അത് സെയിം ആയിരിക്കും. 3-ാം ദിവസം ഞാൻ ഒരാളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ചെയ്തു, ആദ്യം എൻ്റർ ചെയ്ത് തെറ്റായിരുന്നു, അപ്പൊ അവിടെ ചേഞ്ച് ചെയ്തു. നീ എല്ലാം കറക്ഷനും ചെയ്തു, നിങ്ങളെ കൊണ്ട് വെരിഫൈ ചെയ്തു, അത് പെർഫെക്റ്റ് ആയി. പിന്നെ അത് കുറെ നാളത്തേക്ക് നമുക്കത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. DBMS ensures that every instance or state is in a valid state by diligently following all the validations, constraints and conditions that the database designers have imposed. ഈ ഇൻസ്റ്റൻസ് ഇതിനകത്ത് കുറെ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ വെറുതെ കുറെ ഡേറ്റ നിറച്ച് വെക്കാൻ പറ്റത്തില്ല. ഈ ഡേറ്റ നിറയ്ക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെ ഫോളോ ചെയ്യണം. ഡിലിജന്റ്ലി ഫോളോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കൺസ്ട്രെയിൻസ് ഉണ്ട്, ഡേറ്റ വാലിഡേഷൻസ് ഉണ്ട്, ഡേറ്റ കൺസ്ട്രെയിൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഡേറ്റാബേസ് ആപ്ലിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്ന കുറെ വാലിഡേഷൻസ് കാണും, ഡേറ്റാബേസ് സ്കീമ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കൺസ്ട്രെയിൻസ്, ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ മാത്രമേ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ നമ്മൾ ഒരു ഇൻസ്റ്റൻസ് ഒരു ഡേറ്റാബേസിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഇൻസ്റ്റൻസ് ഈ പറഞ്ഞിരിക്കുന്ന വാലിഡേഷൻസും കൺസ്ട്രെയിൻസും കണ്ടീഷൻസും എല്ലാം സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നതായിരിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ ഇൻഡിപെൻഡൻസ്, ഇത് അടുത്ത ഒരു പോയിന്റ്. ഡേറ്റ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു. ആദ്യം ഈ ഡേറ്റാബേസ് ഡിസൈനിങ് ഒക്കെ ഡിസൈൻ ഫേസിൽ വരുന്നതാണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഡിസൈൻ ഫേസിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡേറ്റാബേസ് ഡിസൈൻ. സിസ്റ്റം ആ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ യൂസർ ഇന്റർഫേസും ഡേറ്റാബേസും ഒക്കെ ഡിസൈൻ ചെയ്യും. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഡിസൈനേഴ്സ് ഒക്കെ അവരുടെ ജോലി മതിയാക്കി കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞു. നമ്മൾ ഇനിയും പ്രോഗ്രാം അടുത്ത സ്റ്റെപ്പിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ടേബിൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും, അതിന്റെ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഡേറ്റ, ഈ ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്കീമയിൽ ഉണ്ടാകുന്ന ചേഞ്ച്
ഒരു കാരണവശാലും ആ ചേഞ്ച് നമ്മുടെ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ അതിനകത്ത് ഡേറ്റയോ കളയാൻ പാടില്ല. അതാണ് അങ്ങനെ കളയാതിരിക്കുകയാണെങ്കിൽ അതിന് ആ ഡേറ്റ അതിന് ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ അത് ഏതെങ്കിലുമായിട്ട് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഡേറ്റ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ ഡേറ്റാബേസ് സിസ്റ്റം നോർമലി കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഡേറ്റ in addition to users data. For example, it shows data about data known as metadata to locate and retrieve data easily. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ മെറ്റാഡാറ്റ എന്താണെന്ന് പറഞ്ഞു. ഡേറ്റ എബൌട്ട് ഡേറ്റയാണ് മെറ്റാഡാറ്റ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ഒരു സ്കീമ ഉണ്ടാക്കുമ്പോൾ സ്കീമയുടെ ഇൻഫർമേഷൻ ഉണ്ട്. ഏതൊക്കെ ഫീൽഡ് ഉണ്ട്, ഓരോ ഫീൽഡും ഏത് ടൈപ്പാണ്, എന്തൊക്കെ കൺസൈൻസ് ആണ് ആ ഫീൽഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻസിനാണ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡേറ്റ മാത്രമല്ല അവിടെ സ്റ്റോർ ചെയ്യപ്പെടേണ്ടത്, ഈ മെറ്റാ ഡേറ്റയും കൂടെ സ്റ്റോർ ചെയ്യപ്പെടണം. അപ്പം നമ്മുടെ പ്രോബ്ലം എവിടെയാന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിലേക്ക് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ പഠിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡേറ്റ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ സ്ട്രക്ചർ മോഡിഫൈ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, ഈ മെറ്റാ ഡേറ്റയ്ക്ക് മോഡിഫിക്കേഷൻ വരികയാണെങ്കിൽ അത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ ഒരു കാരണവശാലും കളയാൻ പാടില്ല. It is rather difficult to modify or update a set of metadata once it is stored in the database. സാധാരണഗതിയിൽ ഈ മെറ്റാഡേറ്റ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് റണ്ണിങ്ങിലായി കഴിഞ്ഞതിന് ശേഷം മെറ്റാഡേറ്റ മോഡിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ആസ് എ DBMS എക്സ്പാൻസ്, ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യും. അതായത് അതിന്റെ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ പുതിയ ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്തു, കുറച്ചുകൂടെ നമ്മൾ ഇന്റർഫേസുകളും ഫങ്ഷണാലിറ്റീസും കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ചേഞ്ച് ഓവർ ടൈം ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ യൂസേഴ്സ്. ഈ ഡേറ്റാബേസ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അതിനകത്ത് പുതിയ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ഫീൽഡോ അഡീഷണൽ ടേബിളോ ഒക്കെ ആവശ്യമായിട്ട് വരും സിസ്റ്റത്തിൽ. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി അങ്ങനെ പുതിയതായിട്ട് അപ്പോൾ നമ്മൾ അഡീഷണൽ ഫീൽഡ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റാ ഡേറ്റ ചേഞ്ച് ചെയ്യാണ്, ഇതിന്റെ സ്കീമ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇഫ് ദി ഡേറ്റ ഈസ് എൻറ്റയർലി ഡിപ്പെൻഡന്റ് ഇറ്റ് വുഡ് ബിക്കം എ tedious ആൻഡ് ഹൈലി കോംപ്ലക്സ്. ഡേറ്റ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഈ ചേഞ്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഡേറ്റാബേസ് സ്കീമ ഉണ്ടാക്കുമ്പോൾ ഡേറ്റ ഇൻഡിപെൻഡൻസ് എൻഷുർ ചെയ്യണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു ലേറ്റർ സ്റ്റേജിൽ നമുക്കൊരു പുതിയ ഫങ്ഷനാലിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി ഡേറ്റാബേസ് സ്കീമയിലോ എവിടെയെങ്കിലും മെറ്റാ ഡേറ്റയിലോ ചേഞ്ച് വരുത്തണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡേറ്റ ഇൻഡിപെൻഡൻസ്. നമുക്കിനി രണ്ട് രീതിയിലുള്ള ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. നമ്മൾ പറഞ്ഞ ഫിസിക്കൽ സ്കീമ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, അതാണ് ഫിസിക്കൽ സ്കീമ. ഒരു എൻഡ് യൂസറെ സംബന്ധിച്ചിടത്തോളം ഈ ഫിസിക്കൽ സ്കീമയിൽ വലിയ കാര്യമില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ തന്നെ അറിയുന്നില്ലല്ലോ. നമ്മളിപ്പം ഒരു സിനിമ കാണുന്നു, ആ സിനിമ എങ്ങനെയാണ് ഹാർഡ് ഡിസ്കിൽ അത് ഡേറ്റ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല സിനിമ കാണാൻ. ഒരു പാട്ട് കേൾക്കുന്നു MP3 പ്ലെയർ ഉപയോഗിച്ച്, നമുക്ക് ആ പാട്ട് എങ്ങനെയാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിലോ പെൻഡ്രൈവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏത് ഓർഡറിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പാട്ടായിട്ട് MP3 ഫയലായിട്ട് അത് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്, MP3 ഫയലിന്റെ ഫോർമാറ്റ്, ഇതൊന്നും പാട്ട് കേൾക്കുന്ന ഒരാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ടത് ആർക്കാണ്? ഈ സോഫ്റ്റ്വെയർ, ഈ പ്ലെയർ ഉണ്ടാക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം, വേണ്ടേ? MP3 പ്ലെയർ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്ലെയർ ഉണ്ടാക്കുന്ന പ്രോഗ്രാമർ അല്ലെങ്കിൽ ഡിസൈനർ അറിഞ്ഞിരിക്കണം ഇവൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിന്റെ ആ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതിന്റെ ഫോർമാറ്റ് എന്താണെന്ന് അയാൾ അറിയണം. കാരണം അത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി അതിന്റെ യൂസർ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ യൂസറെ സംബന്ധിച്ചിടത്തോളം ഈ ലോജിക്കൽ സ്കീമ മാത്രം മതി. അപ്പൊ ഈ ലോജിക്കൽ സ്കീമയിലുള്ള ഡേറ്റ ഇൻഡിപെൻഡൻസ് ആണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഫിസിക്കൽ ആ സ്റ്റോറേജിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, ആ സ്റ്റോറേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ, ഡേറ്റ നഷ്ടപ്പെടാതെ ചേഞ്ച് വരുത്താൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്.
Logical data is about database. That is, it shows information about how data is managed inside. For example, a table stored in the database and it all its constraints applied on that relation. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ലോജിക്കൽ ഡേറ്റ എന്താണ്. നമ്മൾ യൂസർ കാണുന്നത് ഈ ലോജിക്കൽ വ്യൂ ആണ്. അതിനകത്ത് റെക്കോർഡ്സ് ആയിട്ടും ഫീൽഡുകളായിട്ടും ഒക്കെ നമുക്ക് ഡേറ്റ കാണാൻ പറ്റും. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് is a kind of mechanism which liberalizes itself from actual data stored on the disk. If we do some changes on table format, it should not change the data residing on the disk. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ലോജിക്കൽ ഡേറ്റ ലോജിക്കൽ വ്യൂ ഓഫ് ഡേറ്റ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എൻ്റെ യൂസറെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫിസിക്കൽ വ്യൂവിൽ നമുക്ക് വലിയ കാര്യമില്ല. അപ്പോൾ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ വ്യൂവും ആക്ച്വൽ സ്റ്റോറേജും തമ്മിൽ ഉള്ള റിലേഷൻ കുറയ്ക്കുകയാണ്. ആക്ച്വലി എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു അതും ലോജിക്കൽ വ്യൂ ആയിട്ട് ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കുവാണെങ്കിൽ ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസി കിട്ടും. അപ്പൊ ടേബിളിലോ കൺസ്ട്രെയിൻസിലോ ഉണ്ടാക്കുന്ന ചേഞ്ച് ഡേറ്റ സ്റ്റോർ ചെയ്തതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോമാറ്റ് ചേഞ്ച് ചെയ്യാതെ തന്നെ ടേബിളിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അതാണ് ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. Physical data independence. All the schemas are logical and its actual data is stored in bit format on the disk. Bit by bit ആയിട്ടാണ് ഡിസ്കിൽ ഫോർമാറ്റ്. Physical data independence is the power to change the physical data without impacting the schema or logical data. അപ്പോൾ ലോജിക്കൽ ഡേറ്റയെ ചേഞ്ച് ചെയ്യാതെ കറക്റ്റ് ചെയ്യാതെ തന്നെ ഫിസിക്കൽ സ്റ്റോറേജിന്റെ സ്ട്രക്ചർ മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് കുറച്ചുകൂടെ നമുക്ക് ഡിസൈനർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. എക്സാമ്പിൾ, ഇൻ കേസ് വി വാണ്ട് ടു ചേഞ്ച് ഓർ അപ്ഗ്രേഡ് ദി സ്റ്റോറേജ് സിസ്റ്റം ഇറ്റ് സെൽഫ്. ഉണ്ടോ ഇതാ ഇപ്പൊ നമ്മളൊരു ഡേറ്റ ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ റണ്ണിങ്ങിൽ നമുക്ക് അതിന്റെ ഹാർഡ് ഡിസ്ക് റീപ്ലേസ് ചെയ്യാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ കാണണം. ഇപ്പൊ ഒരു ബാങ്കിങ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിങ് ഓപ്പറേഷൻ ഒക്കെ 24 hours നടക്കേണ്ടതാണ്. കാരണം ATM ഒക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം, ഇന്റർനെറ്റ് ബാങ്കിങ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ രാത്രിയിലാണെങ്കിലും അത് ഓപ്പറേഷനിലായിരിക്കണം. അപ്പോൾ അവിടെ ഒരു ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ഒക്കെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനാണ് ഫിസിക്കൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതിന് വേറെ വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഫ്യൂച്ചർ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. 2 എക്സസൈസ് ഉണ്ട്, നോട്ട് ചെയ്യുക, ഇന്ന് തന്നെ അയച്ചു തരിക. ഈ കുട്ടികൾ ഇപ്പോഴും ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ച് തരണം. താങ്ക് യു വെരി മച്ച്.